ഞാനിപ്പോ പറശ്ശിനിക്കടവിലാണ് ഉള്ളത്. പറശ്ശിനിക്കടവിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു വലിയൊരു കലാകാരനെ കിട്ടിയത്. വലിയൊരു സെലിബ്രിറ്റിയാണ് ആള്. സിനിമ പിന്നണി ഗായകൻ കൂടിയാണ്. അപ്പൊ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്ന് കണ്ടുമുട്ടുന്നു. ഇന്നലെ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ചിത്ര ചേച്ചി ഇവരുടെ പാട്ടിനെ പറ്റിയും ആ വോയിസിനെ പറ്റിയും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയാണ് ആളെ കണ്ടത്. ഹായ്, നമസ്കാരം. എന്തൊരു അത്ഭുതമല്ലേ, നമ്മളിങ്ങനെ ജസ്റ്റ് പാട്ട് കാണും കേൾക്കുന്നല്ലാണ്ട് നേരിട്ട് കാണാനുള്ള ഭാഗ്യം തന്നെയാണിത്. ഈ ഒരു കാണുന്നുള്ളത് വലിയൊരു ഭഗവാന്റെ ഒരു അതെ, അങ്ങനെ ഒരു തീരുമാനമാണ് അല്ലെ. നമ്മൾ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാ വീട് എങ്ങനെയാ കാണാന്നൊക്കെ അല്ലെ. നമ്മള് പരിചയപ്പെട്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. രാവിലെ എവിടെ എത്തിയോ? ഇല്ല, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. 10 മിനിറ്റ്. മോളെ പേരെന്താ? ഉത്തര. ചേച്ചി? മോന്റെ പേര് പാർത്ഥിവ്. എത്ര വയസ്സായി? 1 വയസ്സല്ലേ. അപ്പൊ ഞാൻ ആളെ പേര് പറഞ്ഞിട്ട് ആള് തന്നെ പറഞ്ഞോട്ടെ. അനീഷ് പൂന്തോടൻ എന്നാണ് പേര്. ചിത്ര ചേച്ചിയും കുറച്ച് കളിച്ചിട്ടുണ്ടല്ലേ? ചിത്ര ചേച്ചിക്ക് പൂന്തോടൻ എന്ന് പറയാൻ വേണ്ടിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു ഗായകനെ കിട്ടിയതില് അപ്പോ 2 പാട്ടെങ്കിലും പാടിക്കണം. അതുപോലെ മോളും നന്നായിട്ട് പാടും. നമുക്ക് പാട്ട് പാടിയാലോ? എല്ലാവർക്കും തിരക്കാണല്ലോ, താങ്കൾക്കും തിരക്കുണ്ടാവും. സന്നിധിയിൽ നിന്ന് മുത്തപ്പന്റെ തന്നെ പാട്ട്. മുത്തപ്പന്റെ ശിവന്റെ ഒരു പാട്ട് ഞാൻ പാടാം. മോള് മുത്തപ്പന്റെ ഒരു പാട്ട് പാടാം. ശിവന്റെ ഒരു പാട്ട്, ഒരു 4 വരി. നിങ്ങൾ ഒന്ന് മാത്രം പാടിയാ പോരാ, ഒരു സിനിമാ പാട്ടും തീർച്ചയായും കേട്ടില്ലേ? പരശുരാമനോടൊത്ത് രജതാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പു. പരശുരാമനോടൊത്ത് രജതാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പു. അഭംഗൂരം പൊഴിയും പ്രഭയാൽ തൃശിവപൂരി അഭമമാകും തെക്കൻ കൈലമായെന്നും ശുഭമെന്നും വിളങ്ങിടും ശൈലമാ. മോളെത്രയാ പഠിക്കുന്നത്? 5ാം ക്ലാസ്. ഏത് സ്കൂളിലാ? പാട്ട് പാടാറുണ്ടോ മോള്? പാട്ട് പഠിക്കുന്നുണ്ടോ? ഏത് ഭാഷ പഠിപ്പിക്കുന്നത്? വേണു മാഷ് അല്ലെ. അടിപൊളിയായിട്ട് പാട്ട് പഠിക്കുക, നന്നായിട്ട് അച്ഛനെക്കാളും ഉഷാറായിട്ട് പാടണം കേട്ടോ. ഇപ്പൊ നമുക്ക് ഏത് പാട്ടാ പാടിത്തരുന്നത്? മുത്തപ്പന്റെ പാട്ട്. മുത്തപ്പൻ തിരുസന്നിധിയിൽ നിന്ന് മുത്തപ്പന്റെ പാട്ട് തന്നെ പാടുന്നു അല്ലെ. അടിപൊളി. റെഡി അല്ലേ? ഞാൻ പാടിക്കും. കാടകത്തിൽ നായ്ക്കളെല്ലാം നിനക്ക് കൂട്ട്, നീ എടുത്തു കിട്ടുകയല്ലേ ചുവന്ന പട്ട്. കാടകത്തിൽ നായ്ക്കളെല്ലാം നിനക്ക് കൂട്ട്, നീ എടുത്തു കിട്ടുകയല്ലേ ചുവന്ന പട്ട്. അച്ഛനമ്മ കീഴപ്പോഴും നിനക്കൊരേ മട്ട്, അച്ഛനമ്മ കീഴപ്പോഴും നിനക്കൊരേ മട്ട്. എന്തിനാണിന്നു നിന്റെ കണ്ണു കിട്ട്, എന്റെ മുത്തപ്പ, എന്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ, എന്റെ പൊന്നു മുത്തപ്പ. എന്റെ നെഞ്ചു കൊട്ടിപ്പാടണതു ചമ്പാട്ട്, നിന്റെയുള്ള മലിയണയതു കേട്ടു കേട്ട്. എന്റെ പൊന്നു മുത്തപ്പ, നീ ഭഗവാൻ വെള്ളാട്ടം, നിന്റെ കോവിൽ മുൻപിൽ എന്നും മീനൂട്ട്. എന്റെ മുത്തപ്പ, എന്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ, എന്റെ പൊന്നു മുത്തപ്പ. അടിപൊളി ഒരു പാടിയിട്ടുണ്ട്. അച്ഛൻ ഡാൻസ് പാടാറുണ്ടോ? സ്റ്റേജിലൊക്കെ പാടാലോ വീട്ടിൽ നിന്ന്? അടിപൊളി. എന്നാ അച്ഛനെ പോലെ തന്നെ ഒരു പിന്നണി ഗായികയായിട്ട് മാറട്ടെ. നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ പാട്ടും നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പോകണം കേട്ടോ. അപ്പൊ അച്ഛനിലേക്ക് പോകാം നമുക്ക്.
എന്റെ വീഡിയോസ് കാണലുണ്ടോ? പിന്നെ തീർച്ചയായും കാണാറുണ്ട്. അതെല്ലേ, ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പ്രൊജക്ട് ഏതെങ്കിലും വന്നിട്ടുണ്ടോ? അടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ഒരു പാട്ടാണ്. ഞാൻ തന്നെയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്, ഞാൻ തന്നെ പാടിയിട്ടുള്ളത്. പാടി സുബൈർ തളിപ്പറമ്പ എന്ന് പറയുന്ന ഒരാളുടെ ലിറിക്സ് ആണ്. അദ്ദേഹത്തിന്റെ മുത്തപ്പന്റെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അബുദാബി മുത്തപ്പ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ പ്രതിഷ്ഠ ചടങ്ങായിരുന്നു. അബുദാബിയിൽ മുത്തപ്പ ക്ഷേത്രം ഉണ്ട്. അവിടെ പോയിട്ടില്ല. അവിടത്തേക്ക് വേണ്ടിയിട്ട് എന്റെ പാട്ടായിരുന്നു. ഇവിടുന്ന് പാടിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു അല്ലെ. പിന്നെ സിനിമയുടെ പുതിയ ഒരു വർക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രജീഷ് പദാവറിന്റെ ഒരു സിനിമ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ടൈറ്റിലൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഏതായാലും ആ ഒരു ചാൻസ് നമുക്ക് കിട്ടും തോന്നുന്നല്ലേ? തീർച്ചയായും അതില് കിട്ടുന്നുണ്ടെങ്കിൽ അതില് മ്യൂസിക്കിന്റെ വിഭാഗം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ചിങ്ങനെ കുറെ 3-4 പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും പുറത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല. വന്ന ഒരു പടം എന്നുള്ളത് കൊണ്ടോട്ടി പൂരം മാത്രമേ. അതെ. പിന്നെ ഈ ചിത്ര ചേച്ചി കമന്റ് പറയുന്നുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാൻ ശരിക്കത് അത് നമ്മുടെ കോവിഡ് സമയത്ത് നടന്നൊരു പ്രോഗ്രാമിനെ കുറിച്ചായിരുന്നു. കോവിഡ് സമയത്ത് ചിത്ര ചേച്ചി പിന്നെ ജഡ്ജ് ചെയ്തൊരു പ്രോഗ്രാം, വീട്ടിലിരിക്കുമ്പോൾ പാട്ട് എന്നുള്ള ഒരു സംസ്ഥാന തലത്തിൽ നടത്തിയ, എല്ലാവരും വീട്ടിലാണല്ലോ ആ സമയത്ത്. അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ പാട്ട് എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചേർന്നപ്പോൾ കിട്ടിയ ഒരു ഇതുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു 10 പേരുടെ പാട്ടുകൾ ചിത്ര ചേച്ചി കേട്ട് ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് 1ാം സ്ഥാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതെ അല്ലേ, അടിപൊളി. പിന്നെന്താ വേണ്ടത്? ഇതന്നെയല്ലേ ജീവിതത്തിലെ അവാർഡ് അല്ലേ? ഇതില് വലിയൊരു അവാർഡ് കിട്ടാനില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായും. അപ്പൊ ഒരുപാട് സിനിമകൾ ഇനിയും പാടാനുള്ള അവസരം ഉണ്ടാവട്ടെ. ആയിക്കോട്ടെ, വന്ന് നിറയട്ടെ ശരിക്കും. അതുപോലെ തന്നെ മോക്കും അങ്ങനെ പാടാനുള്ള അവസരം ഉണ്ടാവട്ടെ. പിന്നെ നമുക്ക് വേറൊരു പാട്ടും കൂടി പാടിയാലോ? കുറച്ച് നല്ല ഒരു പാട്ടിന്റെ പാടാം. തീർച്ചയായിട്ടും. സായന്തനത്തിന്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി ചാരേക്കം തുറന്നതു സുവർണ താരകം. സായന്തനത്തിന്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി ചാരേക്കം തുറന്നതു സുവർണ താരകം. സ്വർഗവാതിൽ കിളി തേടി തീരാത്ത മൊഴികൾ നാദം സുരഭി മന്ത്രം തെളിയും പോലെ അരികെ കേട്ടാൽ മനമലിയും ഹൃദയമന്ത്ര ചിന്ത. അരികെ കേട്ടാൽ മനമലിയും ഹൃദയമന്ത്ര ചിന്ത. ഞാൻ കരുതിയ ശ്യാമാംബരം അതിൽ കൂടി ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് ഇവിടുന്ന് തൽക്കാലം വീട് പറയാം അല്ലെ? തീർച്ചയായും. ഏതാ പാട്ട് പാടുന്നത്? പിന്നെ വെങ്കലം രവീന്ദ്ര മാഷിന്റെ ഒരു പാട്ട്. 10 വെളുപ്പിന്റെ 4 വരി പാടാം. വില്യാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രനു പാലൂട്ടു. വില്യാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രനു പാലൂട്ട്. വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണെ കല്ലടിക്കോട്ടിന് കല്യാണം. വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണെ കല്ലടിക്കോട്ടിന് കല്യാണം. 10 വെളുപ്പിനെ മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകൊത്ത്, എന്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകൊത്ത്. അടിപൊളി. എന്തായാലും ഈ ഒരു തിരക്കിന് നടുക്കും അതുപോലെ ഇത്രയും ജനങ്ങളുടെ നടുക്കും യാതൊരു പ്രതീക്ഷയില്ലാതെ പാടിത്തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിന് തയ്യാറെടുപ്പ് കാര്യങ്ങളില്ല. ഇല്ല,
അതെ തൊണ്ടയിൽ പെട്ടെന്ന് വെള്ളം പറ്റിപ്പോ അതെ അതെ അതെ. എന്തായാലും ചൂടും ഉണ്ടല്ലേ മഴ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തായാലും നന്നായി വരട്ടെ എല്ലാം ഒരുപാട് പാട്ടുകൾ പാടാൻ അതെ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ മോളെ ഒരു ടാറ്റ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ.